ഗായ്സ്, ഇതാണ് എൻ്റെ പക്ഷിയുടെ ഫുഡ് കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ അരികളെല്ലാം കുറച്ച് തന്നിട്ട് ഇതാണ് പക്ഷിൻ്റെ വെള്ളം കൊടുക്കുന്ന സ്ഥലം. ഞാൻ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. എൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഇതാണ് സംഭവം. ഇത് വന്നു വെച്ചാൽ പിന്നെ ഇവിടെ പൂച്ചകൾക്കാരോ വേറെ ആരോ കൊടുക്കുന്നു. ഇവിടുത്തെ പൂച്ചെടികളാണ്. പോവാണ് ഗൈസ്. ഹാപ്പി ടേക്ക് പക്ഷി സ്മൈൽ സ്മൈൽ. ണല്ലോ ഫെറാറി ഡിഫൻഡർ, ബ്ലാക്ക് ഡിഫൻഡർ, പോർഷെ കാർ, എൻ്റെ ബീവി, നമ്മളെ പണ്ടത്തെ ബ്ലാക്ക് ബെറിൻ്റെ ഫോൺ കേട്ടോ. ഞങ്ങൾ വീണ്ടും വ്ളോഗിങ് തുടങ്ങി ഗൈസ്. അപ്പോൾ എസ് ബി പറയുന്നു വ്ളോഗിങ് തുടങ്ങിയാൽ കുക്കിംഗ് വീഡിയോയിലോട്ട് അടുപ്പ് പണിക്കാൻ പോകാം ഗൈസ്. അവളെ കുക്കിംഗ് ചാനൽ തുടങ്ങുന്നതായിരിക്കും. ലൈസോ, പണ്ട് ഞാനിവിടെ വരുന്ന കാലത്ത് ഈ ഏരിയയിൽ ഒരു പീടിയില്ല. പിന്നെ ഇവിടെ റീറ്റെയിൽ മാർട്ട് വന്ന്, അത് വന്ന് ഈ ഹോട്ട് സുലൈമാനി വന്ന്, പിന്നെ റീറ്റെയിൽ മാർട്ട് വന്നതിന് ശേഷം ഹോട്ട് സുലൈമാനി, പിന്നെ വന്ന ബിൽഡിങ്സ് ആണ് ഇത് മൊത്തം കണ്ട. ഇതെല്ലാം ഇപ്പം അടുത്ത് വന്ന ഇവിടെ ഇപ്പം ഞങ്ങളെ പുതിയൊരു ഡ്രസ്സിൻ്റെ ഷോപ്പ് ഓപ്പൺ ആകുന്നുണ്ട് അടുത്ത മാസം. അതെല്ലാം സഹകരിക്കണം, എല്ലാ അപ്ഡേറ്റും വരുന്നതായിരിക്കും കേട്ടോ. അടിപൊളി സംഭവമാണ് കേട്ടോ ഈ ഏരിയ. പള്ളി ഞങ്ങൾ ജുമാക്ക് വരുന്ന പള്ളി കേട്ടത്, അധികം ജുമാക്ക് വരുന്ന പള്ളിയാണ് ജുമാ മസ്ജിദ്. കുറേ ഉണ്ട് കാരണം അടുത്ത്, ഇതുകൊണ്ട് എവിടെയാണ് അധികം വരാറ്. ഇതാണ് സഫാരിയിലേക്ക് പോകുന്ന വഴി. ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ എന്ന് പറ. ഇനിയിപ്പം ബ്ലോഗൊന്നും ചെയ്യുന്നില്ല ലൈസ്. നമ്മൾ സഫാറിയിലേക്കാണ് പോകുന്നത് ലൈസ്. 11 മണിക്ക് എത്തേണ്ട സമയം. ഞങ്ങൾ സഫാരി സൂപ്പർ മാർക്കറ്റിൽ പോവാണ്. ഞങ്ങളെ വീട്ടിനടുത്ത് ഇസ്താമാള്, ഏതാണ് നസ്മി മാള്? ഇസ്താമാള് നോക്കി ഈ ബ്രിഡ്ജ് കയറി പോയി കഴിഞ്ഞാൽ സഫാറിന്റെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഈ ബ്രിഡ്ജിന്റെ അടുത്താണ്. ഈ ബ്രിഡ്ജ് ഇങ്ങനെ കയറിയിട്ട് പോകണം. ഈ ബ്രിഡ്ജിന്റെ 2 തൂണങ്ങ് ബുക്ക് ചെയ്യണോ. ഗൈസ്, പുതിയ സഫാരി വന്നത് 2 ടെസ്ല കാറെല്ലാം ഉണ്ട്. ആരൊക്കെയോ മേടിച്ചു പോയി. പുതിയ 2 കാറെല്ലാം സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇസ്താൻ മാൾ. ടെസ്ല കാറെല്ലാം പോയി. ഇവിടെ 20 കൊല്ലായി. ഒരു മരുന്നിന് പോലും ഒരു നറുക്കെടുപ്പ് ഒന്നും അടിച്ചില്ല. ബിഗ് ടിക്കറ്റ് മാസം 2 ടിക്കറ്റ് എടുക്കുന്നത്. എവിടെ ഭാഗ്യം തോണ്ടി വെച്ചില്ല. എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ബിഗ് ടിക്കറ്റ് അടിക്കാൻ ലസ്ബി. എന്നാ പിന്നെ നമുക്ക് ലക്ഷറി EDC കൂടെ അഭിപ്രായം. ബ്ലോഗ് എന്നെല്ലാം പറഞ്ഞാലുണ്ട് ലസ്ബി, കുറച്ച് ചളിത്തരെല്ലാം പറയണം. അപ്പൊ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കേൾക്കണം, കുറച്ച് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യണം. അപ്പോഴാണ് ആൾക്കാർക്ക് കേൾക്കുവാനൊരു അവരുടെ മൈൻഡ് സ്വിച്ച്. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി ഞാനാ വെച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പൊ എല്ലാവരും വിചാരിക്കും ഇവൻ ബിരിയാണി ഇടുമ്പോ ഞാൻ വെച്ചെന്ന് നമുക്കറിയാം. ചെപ്പി ചിരിക്കുന്നുണ്ടല്ലോ.
ചെപ്പിക്ക് സത്യം അറിയാവുന്നോണ്ട് മോളിങ്ങനെ ചിരിക്കുന്ന കമന്റ് ഇട്ടാണ്ട്. ഇതാണ് കാറ് ഗൈസ്, കാറ് സർപ്രൈസ് കാറാണ് കേട്ടാ. അപ്പോൾ ഇതാണ് നമ്മള് ദുബായിൽ ട്രിപ്പ് വന്ന, ദുബായ്, ഒമാൻ, ബഹ്റൈൻ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് ഫുള്ള്. അടിപൊളി ഇന്നോ റോഡൊന്നും ഇല്ലാത്ത മലമുകളിലൂടെ പോവാണ്. Hi, sir. കാറുണ്ട് 30 പോകും. പുതിയ സഫാരി. എനിക്ക് ട്രോളി കണ്ട അന്നേരം പാഞ്ഞു കാരണം എന്താണ് ചെറിയ ബേബിയാണ്. നസ്രി ഒന്നും കാണണ്ട. ഇതാണോ വിംറ്റോ? ഇതിവിടെ നോമ്പിന് കൊടുക്കുന്ന ഗിഫ്റ്റാണ്. ഉറപ്പി വീട്ടുന്നുള്ള കൊടുക്കും. അരങ്കാവോ ചീസ് കേക്ക്, ബ്രെഡ് വേണോ? അതിന് വിളിച്ചായിട്ടല്ല. നല്ല മുട്ടക്കറിയുണ്ട്, ബിരിയാണിയെല്ലാം റെഡി. ഡസ്റ്റ്ബിൻ കിറ്റിൽ വേണോ? നോമ്പില്ല ഇങ്ങനെ പപ്പായ ഉണ്ടാക്കി കിലോന് 12 ഇട്ടൂടെ. മഞ്ഞ പത്തക്കട്ടോ, മഞ്ഞക്കറ്റവും അല്ല നമുക്ക് സാധക്ക മഞ്ഞ ചക്ക ഇത് ചക്ക. ഇതാണ് മനെ ഇഷ്ടം. സാമ്പാർ മിക്സ് ഗൈസ്. ഇതാണ് മക്കാണ്. കുട്ടിയൊക്കെ എല്ലാം നല്ലതാണ്. കിലോന് 125 രൂപ. നാട്ടിലുണ്ടായത് ഏരിയല്ല 100 ഗ്രാം. പൈസസ് തന്നെ ഈ നാട്ടിലെ പോലെ ഇഷ്ടമുള്ള ചട്ടി എടുത്ത്. ഏതാ വണ്ടി? ഏതാ ചട്ടി വണ്ടി? ഇഷ്ടമുള്ള എടുത്തിട്ട് ഏതാ എല്ലാം അല്ലേ? രണ്ടെണ്ണം എടുത്തോ? അതാ വണ്ടി എടുത്തോ? അതാ വണ്ടി മറ്റേ രണ്ടും മാറ്റി വെച്ചോ. ഉടായി പരിപാടി കൊണ്ടുകൊടുക്കാൻ വേഗത്തുണ്ട്. ഇവിടെ വെക്കും. ഇവിടുന്ന് എടുത്ത പണിക്കാരെടുത്തും കൊണ്ടുവക്കും. എന്നാല് നെജിലെല്ലാം മിസ്സാകുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട് കുട്ടികളല്ലേ. പാലും അതും ഇതുണ്ട്. होगा ले लेके बाहर निकल जाओ फिर। ये तो बा
കക്കിരി ഇവിടുത്തെ പത്തിരി കക്കിരി. ഫേവറേറ്റ് ഖാനൻ ആ ആ മീനിന്റെ മുകളിലല്ല സാധനം ഇട്ടേക്ക് ഞങ്ങളുടെ മീനും ചീഞ്ഞു പോകില്ല. കഴിക്കലുണ്ടല്ലോ മാണ്ട ഇവിടെ വെച്ച് തിരിച്ചടച്ച് എന്നിട്ടേക്ക് മാണ്ട ഞാൻ കഴിക്കലുണ്ട്. നമ്മളെ ഇത്തിരി സാധനങ്ങൾ എൻ്റെ മാണ്ട 2 കിലോനായിട്ട് മേടിച്ചിരിക്കും. മാണ്ട കഴിക്കുള്ളൂ കേട്ടോ. ചാടെല്ലാം പോയി പെട്ടെന്ന് പോയി. ഐസ് പോവേടാ. ചീസ് എന്നാ ചീസായത് ബട്ടറാ. എത്ര പൈസ കുറവ് ബട്ടറും എന്നാ പോയല്ല വിളിച്ചല്ലേ. ആ എന്താ ബിബിയോ വെല്ലോ കാണിക്കാണെന്ന്. ആ മര്യാദ കേട്ടോ. സ്പെഷ്യൽ ജ്യൂസ് കോക്കനട്ട് ജ്യൂസ്. കല്ലല്ല കേട്ടോ മുട്ടായ. സ്റ്റോൺ ചോക്ലേറ്റ്. അതിൻ്റെ കൂടെ സെറ്റുണ്ട്. 55 ഉണ്ട്, 50 ഉണ്ട്. ആ 99 എടുക്കും. 99 ആ അങ്ങനെ അങ്ങനെ അങ്ങനെ. ആ മറ്റേതല്ല ഏതാ എടുക്കുന്ന? ബ്ലാക്ക് എടുക്കണ്ട. റെഡ് എടുത്ത ഐസോ. റെഡാ രസോ. ലുക്ക് സൈസുള്ള റെഡിയാ. ഇതാ പെട്ടി എടുക്കണ്ടേ. ആ എന്നാ എടുത്തോ. ഇട്ട് നോക്കുക എന്നിട്ട് അവനക്ക് വലിപ്പമായിട്ടാണ് നടക്കൂല. ഓപ്പൺ ആക്കി ഇട്ട് നോക്കുക. ഒന്ന് ഇട്ട് കൊടുത്ത ആ ഇട്ട് കൊടുക്കും ഇട്ട് കൊടുക്കും. ആശു അല്ല മറ്റേ കാലിലുള്ള കാല് റെഡി തന്നെയാ. ഞാൻ ആറ്റം വീണിക്കുണ്ട് ഐസു. ഞാൻ കൊല്ലു. Yeah, that's fine. Okay, okay, Aizo? Media okay, Leslie? Okay. Thank you. ಇಲ್ಲ ವಾಪಿಂದ ಪೇರೆಂಟ್ ಎಲ್ಲ ನೋಡಿ ತಿನ್ಕಿಲ್ಲ ನಾನು ವಾಫ್ ನೋಡು. ഫൈൻ ഫൈൻ. നീല് കാര്യം ഉണ്ടാ നടക്കണ്ട. നോമ്പാ നീ നമ്മൾ പിന്നെ നോമ്പെടുത്താലും സ്ട്രോങ് അല്ലേ. നോമ്പായോണ്ട് ഉന്തിത്തരുന്നു. നോമ്പായോണ്ട് ഉന്തിത്തരുന്നു. പിന്നെ പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പൊ 95 കിലോനും ഈ പണ്ടത്തെ പോലെ നടന്നും കൂടാ. ഞാനയ്യാ എന്തോ പറഞ്ഞിക്കല്ല ഐസു. ബാപ്പ പേരന്റ് അല്ല. നമുക്ക് ഇത് റിട്ടേൺ ആക്കിയാലോ എസ്ബി? റിട്ടേൺ ആക്കിയാലോ? റിട്ടേൺ ആക്കിയല്ലോ. റിട്ടേൺ ആക്കട്ടെ. നോമ്പെടുത്തിട്ട് ഓപ്പൺ ആക്കോളെ സാധനം വെക്കും. ഇപ്പൊ എങ്ങനെയാ നീ ക്ലോസ് ആക്കാണ്ടാവേ? അങ്ങനെ അങ്ങനെ ലോക്ക് ചെയ്തിട്ടില്ല എന്നാ. എൻ്റെ സൈക്കിളും എൻ്റെ സ്കൂട്ടറെല്ലാം തന്നെ അതിലുള്ളൂ. ഇപ്പോൾ എൻ്റെ സ്കേറ്റിംഗ് ബോർഡ് ഇതിലിപ്പോൾ എങ്ങനെയാ വെക്കുക? സൈക്കിൾ ഇതാ കാറ്റ് കുറഞ്ഞണ്ടാ.
അധികം വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ കാറ്റങ്ങ് കുറഞ്ഞു. എടുത്ത് പുറത്ത് വെച്ച് കേട്ടോ, വെയിൽ കൊണ്ടാ കാറ്റ് പോവേ. ഐസിന്റെ സൈക്കിളാണ് ഗൈസ്. ഈ മര്യാദയ്ക്ക് വെക്കെ, താഴെ വെക്കെ. നോക്കട്ടാ. ഗൈസ് നല്ല ബീഫുണ്ട്, നല്ല ബ്രെഡ് കേക്ക് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, Greek yogurt, blueberry nuts ഉണ്ട്, ഏത്തപ്പഴമുണ്ട്, ഓറഞ്ച് ജ്യൂസ്. നമ്മൾ 10 രൂപ എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ തേങ്ങാപ്പാല, ഇത് ഇത്രയും തേങ്ങാപ്പാല ഒഴിക്കുക. കുറച്ചേരം പൊയിലും ഇപ്പൊരു ബൂസ്റ്റിൻ്റെ ഒരു പരിപാടി വന്നിട്ടുണ്ട്. പൊറാട്ടൽ ബൂസ്റ്റ്, കുറച്ച് എൻ്റെ ഐസും ഉണ്ടായിക്കോളും. അതിലുള്ള ലോക്കൽ ബീഫ് മോനെ എടുക്കുക. നമ്മളിവിടെ ബീഫ് കിട്ടിയിട്ട് കളിക്കും. നാടൻ ബീഫെല്ലാം കിട്ടാൻ വേണ്ടി ഗൾഫുകാർ കളിക്കുന്ന നേരെ ഉന്തി ബായി കാറ്റി കൊടുക്കുന്നു. കാര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തൊട്ടേക്ക് നോക്കണം. നല്ല ടേസ്റ്റ്. തേങ്ങ കൊത്തല്ലിട്ട ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെല്ലാം കീടെല്ലാം കുക്കാണ്. എല്ലാം ഞാൻ പഠിപ്പിച്ച പോലെ ഉണ്ടാക്കും. അത് പിന്നെ എന്താ ടേസ്റ്റ്, നല്ല തേങ്ങ കൊത്തുണ്ട്. ഇവിടുത്തെ ലോക്കൽ ബീഫ് മേടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ബീഫെല്ലാം കൂട്ടിയിട്ട് കാന്താരി മുളക് ഇട്ട് ബീഫ് കേട്ടോ.